എന്നിട്ട് RSSനെയും BJPയെയും വെള്ളപൂശുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തക സമിതിക്കകത്തുള്ള ഉന്നത പാർട്ടി നേതൃത്വമാണല്ലോ അത് കോൺഗ്രസിന്റെ. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കാണുന്ന ഒരു ചിത്രം, കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രബല വിഭാഗം, രണ്ട് പ്രമുഖ നേതാക്കൾ, ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാവാണ്. ശശി തരൂരും അതുപോലെ തന്നെയാണ്. അതുപോലുള്ളവർ വേറെ ആരൊക്കെയുണ്ട് എന്നുള്ളത് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് ഏത് സമയത്തും BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും അതിൻ്റെ ഒപ്പം നിൽക്കാനും അതിലേക്ക് ചേക്കാറാനും കഴിയുന്ന ഒരു വിഭാഗം താഴെ വാർഡ് മുതൽ പ്രവർത്തക സമിതി വരെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു ചിത്രം. കേരളത്തെ സംബന്ധിച്ച് നവോത്ഥാനത്തിന്റെ കാലഘട്ടം മുതൽ ദേശീയ പ്രസ്ഥാനത്തിലും അടുത്തവട്ട പ്രസ്ഥാനത്തിന്റെ സ്വാധീന മേഖലയിലും എല്ലാം ചേർന്ന് നിൽക്കുന്ന കേരളത്തിൽ ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു ജനസമൂഹം നിലനിൽക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ സമൂഹത്തിന്റെ മേലെ ജാതി വർഗീയ ശക്തികൾ സ്വാധീനം ചെലുത്തുന്ന ഒരു അപകടകരമായ ഘട്ടത്തിലാണ് കേരളമുള്ളത്. ഈ അടുത്തപക്ഷ ജനാധിപത്യങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഇന്നത്തെ ഒരു പ്രത്യേകത, മതവർഗീയ ശക്തികൾ, ജാതി ശക്തികളെല്ലാം മുമ്പേ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു സ്വീകാര്യത കേരളീയ സമൂഹം നൽകിയിരുന്നില്ല. ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവണത, ഈ വർഗീയ ധ്രുവീകരണ ശക്തികൾക്ക്, ജാതി മത വിഭാഗങ്ങൾക്ക് കേരളീയ സമൂഹത്തിൽ ഒരു സ്വീകാര്യത വരുന്ന അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ വരികയാണ്. അത് ഈ കേരളത്തെ ഇല്ലായ്മ ചെയ്യും. ഈ കേരളത്തിന്റെ തനത് രാജ്യത്തിന്റെ മുമ്പിലുള്ള അതിന്റെ പ്രത്യേകത ഇല്ലാതാക്കും. ഇപ്പോ കേരളത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള കടുത്ത പോരാട്ടത്തിലൂടെ മാത്രമേ അതിന്റെ ആശയതലം ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ വ്യക്തമായ കണ്ട ഒരു കാര്യമാണ്.